പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇതിൻ്റെ സാരസംഗ്രഹം ഇതാണ്: ഈശോയുടെ പക്കൽ യോഹന്നാനും യാക്കോബും വന്ന് അപേക്ഷിക്കുന്നു, ഗുരോ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ ഇടത്തും വലത്തും ഇരുത്തണമേ. ഇതാണ് ഈ ഭാഗത്തിൻ്റെ പ്രധാന പ്രമേയം. വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കായും ഈ ഭാഗം വിവരിക്കുന്നുണ്ട്. ഈ അപേക്ഷയ്ക്ക് തൊട്ടു മുമ്പായിട്ട് ഈശോ തൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള 3-ാമത്തെ പ്രവചനം നടത്തുകയാണ്. ഈ പ്രവചനത്തിന് ശേഷമാണ് ഇങ്ങനെ ഇവരൊരു അഭ്യർത്ഥന നടത്തുന്നത്. എന്നാൽ ഈ സമാന്തര സുവിശേഷകരിൽ വിശുദ്ധ ലൂക്ക ഈ അഭ്യർത്ഥന ഒഴിവാക്കുകയാണ്. കാരണം പ്രമുഖരായ ഈ 2 ശിഷ്യന്മാർ വന്നിട്ട് ഈശോയുടെ പക്കൽ ഇങ്ങനെ അല്പത്തം നിറഞ്ഞ ഒരു അധികാര അപേക്ഷ നടത്തി എന്നുള്ളത് സുവിശേഷം വായിക്കുന്നവർ അറിയേണ്ട എന്ന് കരുതിയായിരിക്കാം ലൂക്കാ സുവിശേഷകൻ ആ ഭാഗം ഒഴിവാക്കുന്നു. മത്തായി ശ്ലീഹ പക്ഷേ ഈ ചോദ്യം ചോദിച്ചത് ശിഷ്യന്മാരല്ല, ശിഷ്യന്മാരുടെ അമ്മയായ സലോമിയാണ് എന്ന് പറയുന്നു. മർക്കോസ് സുവിശേഷകൻ വളരെ വ്യക്തമായി യോഹന്നാനും യാക്കോബും കൂടെ വന്ന് അപേക്ഷ നടത്തി എന്ന് പറയുന്നു. ഒരു കാര്യം വ്യക്തമാണ്: അമ്മയായ സലോമിയുടെ സാന്നിധ്യത്തിലാണ് ഈ ശിഷ്യന്മാർ ചോദിച്ചത് എന്നത്. അവർക്കങ്ങനെ ചോദിക്കാൻ അവകാശവുമുണ്ടായിരുന്നു. കാരണം മാതാവിൻ്റെ സഹോദരിയാണ് സലോമി. ആ അർത്ഥത്തിൽ ഇവർ രണ്ടുപേരും ഈശോയുടെ സഹോദരങ്ങളുമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കാനുള്ള എല്ലാ വിധത്തിലുമുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇവർ ഈ ചോദ്യം ചോദിക്കുന്നത് ഈശോ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള പ്രവചനം നടത്തുന്നതിന് ശേഷമാണ്. ഈശോയുടെ 3-ാമത്തെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള പ്രവചനമാണിത്. ജെറുസലേമിലേക്ക് പോകുമ്പോഴാണ്, ആ വഴിയിൽ വെച്ചാണ് ഈ പ്രവചനം ഈശോ പറയുന്നത്. വളരെ വ്യക്തമായ പ്രവചനമാണ്. സഹിക്കേണ്ടി വരുമെന്നും മരിക്കുമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും വ്യക്തമായി ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഈശോ പറയാൻ കാരണം, ഇതെല്ലാം സംഭവിക്കുമ്പോൾ അപ്രതീക്ഷിതമായത് എന്തോ സംഭവിച്ചു എന്ന രീതിയിൽ ആശങ്കപ്പെടുകയും ആകുലപ്പെടുകയും ചിതറിപ്പോവുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അവർക്ക് ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മത്തായി ശ്ലീഹ ഇതിന് ശേഷം അന്ധനെ സുഖമാക്കുന്നു എന്ന ഭാഗം നൽകിയിരിക്കുന്നു. കാരണം ഈ ശിഷ്യന്മാർ അന്ധരായിരുന്നു എന്നതാണ് അതിൻ്റെ സൂചന. ലൂക്കാ സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്, ഈ പറഞ്ഞതൊന്നും അവർക്ക് മനസ്സിലായില്ല, അതിൻ്റെ അർത്ഥം അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് വ്യക്തമായി ലൂക്കാ സുവിശേഷകൻ എഴുതുന്നുണ്ട്. ഈശോ ജെറുസലേമിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരുടെയൊക്കെ ധാരണ ഈശോ തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ അങ്ങനെ ചോദിക്കുന്നുമുണ്ടല്ലോ, എപ്പോഴാണ് ഗുരു അങ്ങ് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു തരുന്നത്? ജെറുസലേം അധികാരത്തിൻ്റെയും ആരാധനയുടെയും കേന്ദ്രമായിരുന്നു. അപ്പോൾ ജെറുസലേമിലേക്കുള്ള പോക്ക് ഈ രാജ്യസ്ഥാപനത്തിനാണ് എന്നവർ തെറ്റിദ്ധരിച്ചിരുന്നു. അതുകൊണ്ടാണ് അങ്ങോട്ടുള്ള വഴിയിൽ അധികാരത്തെക്കുറിച്ചുള്ള ചോദ്യം യാക്കോബും യോഹന്നാനും ചോദിക്കുന്നത്. അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഞങ്ങളെ ഇടത്തും വലത്തും ഇരുത്തണമേ എന്നവർ ചോദിക്കുന്നത്. എന്നാൽ അവരുടെ ചോദ്യത്തിൽ ഒരു ഐറണി കൂടിയുണ്ട്. ഈശോയുടെ കുരിശുമരണത്തിൽ ഇടത്തും വലത്തും 2 പേരുണ്ടായിരുന്നു. അത് 2 കള്ളന്മാരായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ അവർ പിന്നീട് ജെറുസലേമിൽ കേന്ദ്രമാക്കി ഈശോയുടെ രക്ഷാകര ചരിത്രത്തിൽ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതമായിട്ട് അവരുടെ മാറുന്നുമുണ്ട്. ഇവിടെ ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ കുടിക്കുന്ന എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ആ ചോദ്യം കുരിശിൽ കിടന്നുകൊണ്ട്
ഈശോ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഒരു അനുരണനം കൂടിയാണ്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. ആ തരത്തിലാണ് എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ഈശോ ചോദിക്കുന്നത്. അതിനുശേഷം ഈശോ പറയുന്നു, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാനാവുമോ? നിങ്ങൾ കുടിക്കുമെന്ന് ഈശോ പറയുന്നു. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ രക്ഷാകര ചരിത്രത്തിലുള്ള അവരുടെ ഭാഗഭാഗത്വം ഈശോ പൂർണ്ണമാക്കുകയാണ്. അത് പിന്നീട് അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സംഭാഷണത്തിൻ്റെ തുടർച്ചയിൽ ഈശോ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. അധികാര സങ്കല്പങ്ങളെ മുഴുവൻ ഈശോ തിരുത്തുകയാണ്. അധികാരമാണല്ലോ ഇവർ ചോദിച്ചത്. അന്ന് വരെ ലോകത്തിൽ നിലനിന്നിരുന്ന സർവാധികാര സങ്കല്പങ്ങളെയും മിശിഹാ തമ്പുരാൻ തകിടം മറിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷവും എന്ന് പറയുന്നതിൽ ഈ നേതൃസങ്കല്പങ്ങളെക്കുറിച്ചുള്ള ധാരണകളുമുണ്ട്. അതിനു മുമ്പ് നേതൃസങ്കല്പം ഇങ്ങനെയായിരുന്നു. ജനങ്ങൾ മുമ്പിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലോ ഒക്കെ രാജാവിനെ, നേതാവിനെ സംരക്ഷിക്കേണ്ടവരാണ് അണികൾ മുഴുവൻ. അതുകൊണ്ട് അവർ മുമ്പിൽ നിൽക്കുന്നു. എല്ലാവരും മരിച്ചു വീണതിന് ശേഷമേ രാജാവിനെ, നേതാവിനെ തൊടാനാവൂ. നേതാവ് എല്ലാവരാലും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്നു, നേതാവ് പിൻപിലാണ്. എന്നാൽ ഈശോ പറഞ്ഞു, ഞാൻ നല്ലിടയനാണ് എന്നുള്ള ഉപമയിലൂടെയൊക്കെ ഈശോ പറഞ്ഞു, നേതാവ് മുമ്പിൽ നിൽക്കണം, ജനത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ആളാകണം. അപ്പോൾ 3-4 കാര്യങ്ങൾ ഈശോ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി ഈശോ പഠിപ്പിക്കുന്ന പാഠം അധികാരം ത്യാഗമേറ്റെടുക്കലാണ് എന്നതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്നതാണ് അധികാരമേറ്റെടുക്കൽ എന്നതാണ്. ഓർക്കുന്നത്, എബ്രഹാം ലിങ്കൺ അടിമകളുടെ വിമോചനത്തിന് വേണ്ടി യത്നിച്ച അമേരിക്കൻ പ്രസിഡന്റ് വെടിയേറ്റ് മരിച്ചു വീണ് കിടക്കുമ്പോൾ ആ മൃതശരീരം കാണാൻ ആളുകൾ എത്തുന്നു. ഒരു കറുത്ത വർഗക്കാരി തൻ്റെ മകനെ ചൂണ്ടി പറയുന്ന ആ കാര്യമാണ്, മകനെ, നമുക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ജീവൻ വെടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അധികാരം ത്യാഗത്തിനാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നു. രണ്ടാമത്തത് ഈശോ പറയുന്നു, അധികാരം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇത് ആർക്കു വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നു അവർക്കുള്ളതാണ്. ഇപ്പോൾ ദൈവത്തിൽ നിന്ന് അധികാരം വരുന്നു. അത് പോരാട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുതികാല് വെട്ടി ചതിയിലൂടെ പിടിച്ചെടുക്കേണ്ടതല്ല എന്ന് ഈശോ പറയുന്നു. ഈശോ ഇത് പറയുമ്പോൾ ജൂലിയസ് സീസർ ഉൾപ്പെടെയുള്ള അങ്ങനെ മഹത്തായ ഭരണാധികാരികളൊക്കെ ചതിവിലൂടെ അപായപ്പെടുത്തുകയും അങ്ങനെ അധികാരം പിടിച്ചെടുക്കപ്പെടുകയും ഒക്കെ ചെയ്ത ആ ചരിത്രം അവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നുകൊണ്ടാണ് ലോകത്തിന് വ്യത്യസ്തമായ ഒരു നേതൃത്വ സങ്കല്പം നൽകി പിന്നീട് ലോകം പിന്തുടർന്ന ജനാധിപത്യ പ്രക്രിയയിലെയൊക്കെ ലോകസങ്കല്പത്തെക്കുറിച്ച്, നേതൃസങ്കല്പത്തെക്കുറിച്ച് ഈശോ ആ മഹത്തായ സങ്കല്പം പറയുന്നത്. മൂന്നാമതായിട്ട് ഈശോ അവരോട് പറയുന്നത്, അധികാരം ശുശ്രൂഷയ്ക്കുള്ളതാണ്, മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടിയാണ്. നാലാമത് പറയുന്നു, അധികാരാധിപത്യത്തിനുള്ളതല്ല, നിങ്ങൾ വിജാതീയ ഭരണാധികാരികളെ പോലെ ആകരുത്. ഞാൻ ഓർക്കുന്നത് ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററെ കുറിച്ചാണ്. ആ ഹെഡ് മാസ്റ്റർ സ്കൂളിൽ വരുന്ന സമയത്ത് നേരത്തെ എത്തി ആ സ്കൂളിൻ്റെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുമായിരുന്നു. സാറിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ആദ്യം എത്തുന്ന പിള്ളേരും കൂടെ അതിൻ്റെ കൂടെ കൂടും. അങ്ങനെ ആ സ്കൂൾ പരിസരം ഏറ്റവും വൃത്തിയുള്ള സ്കൂൾ പരിസരമായിട്ട് മാറി. എന്നാൽ വേറൊരു ഹെഡ് മാസ്റ്റർ ഒരു സ്ഥലത്ത് താമസിച്ചു വന്ന തൂപ്പുകാരിയോട് കയർക്കുകയാണ്, പിരിച്ചുവിടും എന്നുവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അധികാര സേവനത്തിന് വേണ്ടിയാണെന്നും മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നതിന് വേണ്ടിയല്ല എന്നും ഉള്ള മഹത്തായ പാഠമാണ് ഈ പാഠഭാഗം നൽകുന്നത്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഒക്കെ എങ്ങനെയാണ് മറ്റുള്ളവരോട് നമ്മൾ പെരുമാറുന്നത്? ഇന്നും ഈ കാലത്തും ഭാര്യയുടെ മേൽ അധികാരം പുലർത്തുന്ന ഭർത്താക്കന്മാർ, കൊടിയ ഗാർഹിക പീഡനങ്ങൾ, അതിൻ്റെ മുമ്പിൽ തളർന്നു പോകുന്ന ജീവിത പങ്കാളികൾ, എത്രയോ തരത്തിൽ. അതുപോലെ പേരക്കിടാങ്ങളുടെ മേൽ പോലും അധികാരം പ്രയോഗിക്കുന്ന വല്യപ്പന്മാർ, സ്നേഹപൂർവ്വം
അവരെ കരുതുന്നതിന് പകരം അവരെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുന്ന വല്യപ്പന്മാരുള്ള കാലം. അതിനോടൊക്കെ അനുബന്ധിച്ചുള്ള ഒരുപാട് ദാരുണമായ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്ന കാലം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോയുടെ ഈ പ്രബോധനം, അധികാര സങ്കല്പങ്ങളെക്കുറിച്ച് ഈശോ നടത്തിയ ശിഷ്യന്മാർക്ക് കൊടുത്ത ഈ പാഠം എന്നും നമ്മുടെയും മനസ്സിൽ ഉണ്ടാകട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.